ഈ പ്രദേശത്തെക്കുറിച്ച് ഇപ്പോൾ തുടർച്ചയായിട്ട് വാർത്തകളാണ്. പണ്ട് താമരശ്ശേരി എന്ന് പറഞ്ഞാൽ താമരശ്ശേരി ചുരമായിരുന്നു, നമ്മുടെ പപ്പുവിൻ്റെ ചുരം. മാത്രമല്ല ആളുകൾക്കെല്ലാം വളരെ ഒരു തണുപ്പുള്ള ഒരു പ്രദേശമായിരുന്നു. ഇന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നിൽ MDMA ഇല്ലെങ്കിൽ ആഷിഖിൻ്റെ ഉമ്മയെ കൊലപ്പെടുത്തിയത്, ഷഹബാസിനെ കൊലപ്പെടുത്തിയ സ്ഥലമായി മാറുന്നു. ഒരു വല്ലാത്തൊരു ആശങ്കയും ഒരു ടെൻഷനും സമൂഹത്തിലുണ്ട്. എന്ത് ചെയ്യാൻ സാധിക്കും ഫാദർ? ഞങ്ങൾ താമരശ്ശേരി രൂപത യുവജന പ്രസ്ഥാനത്തിൻ്റെ രൂപത എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ്. വളരെ നിർഭാഗ്യവശാൽ താമരശ്ശേരിയും അതുപോലെ തന്നെ കോഴിക്കോടൊക്കെ ഈ ദിവസങ്ങളിലെ വാർത്തകളിൽ പ്രത്യേകിച്ച് ലഹരിയുടെ കീഴിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. അപ്പോൾ വളരെ നിർഭാഗ്യവശാൽ നമ്മളും ഈ താമരശ്ശേരിക്കാരായതിൽ ചെറിയൊരു വിഷമമുണ്ട്. എന്നാൽ പോലും നമ്മുടെ എല്ലാ യുവജന നേതാക്കന്മാരും അതുപോലെ തന്നെ മറ്റ് മത അനുയായികളാണെങ്കിലും അതുപോലെ തന്നെ നാട്ടുകാരാണെങ്കിലും ഈ രീതിയിൽ പ്രത്യേകിച്ച് ഇതിനെതിരായിട്ട് പ്രതികരിക്കുന്ന ഈ ദിവസങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഉപകാരപ്പെടുന്ന രീതിയിൽ അത് പ്രത്യേകിച്ച് യുവജനങ്ങളെ ബോധവൽക്കരിക്കുകയും അതുപോലെ തന്നെ അവരെ നല്ല മാർഗത്തിലേക്ക് നയിക്കുന്നതിനും കാരണമാണ്. പ്രത്യേകിച്ച് താമരശ്ശേരി യുവജന പ്രസ്ഥാനം ഈ രീതിയിൽ നമ്മുടെ ഇടവകയിലും അതുപോലെ തന്നെ രൂപത മുഴുവനിലും മറ്റു രൂപതകളിലും ഇതേപോലെ തന്നെ ലഹരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ചെമ്പടവിന് പോകുന്ന വഴിയാണ്, അവിടെ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്താനായിട്ട് പോവുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു പ്രത്യേകിച്ച് വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുവാനും അതുപോലെ തന്നെ സമൂഹത്തോട് നല്ലൊരു പ്രതിബദ്ധത ഉണ്ടാകുവാനും പ്രത്യേകിച്ച് നല്ല കൂട്ടുകെട്ടുകൾ നല്ല ബന്ധങ്ങൾ ഉണ്ടാകുവാനും അതുപോലെ തന്നെ അവരുടെ നൈസർഗികമായ കഴിവുകൾ കലാകായിക മത്സരങ്ങൾ നടത്തുക അങ്ങനെയുള്ള കഴിവുകളിലൂടെ അവരെ ലഹരിയിൽ നിന്നും മാറ്റി അവരുടെ കഴിവുകൾ അതുപോലെ തന്നെ കുടുംബത്തോടുള്ള ബന്ധം അതൊക്കെ ലഹരിയായിട്ട് അല്ലെങ്കിൽ വിശ്വാസം സമുദായം അതൊക്കെ ഒരു ലഹരിയായിട്ട് മാറട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, KCBC ഇന്നത്തെ ദിവസം ഞായറാഴ്ച മദ്യവിരുദ്ധ ലഹരി ഞായറായിട്ട് ലഹരി വിരുദ്ധ ഞായറായിട്ട് ആചരിക്കാനായിട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇപ്പോൾ മഹല്ല് കമ്മിറ്റി ഒരു തീരുമാനമെടുത്തു. അവിടെ ഈ മദ്യം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ചെറുപ്പക്കാർക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല. അതേപോലെ സഭയ്ക്ക് കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകേണ്ടി വന്നാൽ ഞങ്ങൾ തീർച്ചയായും അങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിട്ട് തയ്യാറാകും. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഈ ലഹരിക്കടിമപ്പെട്ട മനുഷ്യരെ സഭയും സമൂഹവും അകറ്റി നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.